നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയാന ഉപേക്ഷിച്ചു പോയ കുട്ടിയാനയ്ക്ക് പരിചരണം ഒരുക്കി വനപാലകർ. സംഭവം നടന്നത് അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയിടുക്കിൽ. അട്ടപ്പാടി വനം റേഞ്ച് ഉദ്യോഗസ്ഥർ ഉടൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയാനയെ മാറ്റും. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. അജ്ഞാത ജീവിയുടെ സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ഭീതിയിൽ. തൃശൂർ വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് എടവള്ളി സ്വദേശി 29-കാരൻ മൊയ്നുദ്ദീൻ ജീസ്തി. കുന്നംകുളത്തെ വീടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് കുന്നംകുളം ചാട്ടുകുളം സ്വദേശി വിദ്യാസാഗർ. ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്ക് താങ്ങായി പാലക്കാട് അക്ഷര ഫൗണ്ടേഷൻ. ഈ വർഷം 100 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് ഭാരവാഹികൾ. +2 കഴിഞ്ഞവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി ഏപ്രിൽ 20 മുതൽ 4 ആഴ്ച നീളുന്ന പരിശീലന ക്ലാസ്. പരിശീലനം തികച്ചും സൗജന്യം. വിദ്യാർത്ഥികളുടെ നൈപുണ്യം വികസിപ്പിക്കാനും കരിയർ തിരഞ്ഞെടുക്കാനും വഴികാട്ടുന്ന ബിയോഡ് എഡ്യൂ സമ്മിറ്റ് ഏപ്രിൽ 18 പാലക്കാട്. പത്തിരിപ്പാല ചന്ദനപ്പുറത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറവിൽ ചാക്കുകളിൽ ആക്കിയാണ് മാലിന്യം തള്ളുന്നത്. പ്രദേശത്ത് വഴിവിളക്കില്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് ആശ്വാസം. മഴക്കാലമായാൽ മാലിന്യം ചീഞ്ഞു നാറുമെന്നും കർശന നടപടി വേണമെന്നും പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. അമ്മയാന ഉപേക്ഷിച്ചു പോയ കുട്ടിയാനയ്ക്ക് പരിചരണമൊരുക്കി വനപാലകർ. അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയിടുക്കിലാണ് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാനയെ അമ്മയാന ഉപേക്ഷിച്ചു പോയത്. അമ്മയാന ഉപേക്ഷിച്ചു പോയ കുട്ടിയാനയ്ക്ക് പരിചരണമൊരുക്കി വനപാലകർ. അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയിടുക്കിലാണ് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാനയെ അമ്മയാന ഉപേക്ഷിച്ചു പോയത്. 4 ദിവസം മുൻപാണ് കൂട്ടം തെറ്റി പാറയിടുക്കിൽ കഴിയുന്ന കോട്ടയാന വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടിയാനയെ തിരക്കി അമ്മയാന വരുമെന്ന പ്രതീക്ഷ നശിച്ചതോടെ കുട്ടിയാനയുടെ പരിചരണവും ഭക്ഷണവും അട്ടപ്പാടി വനം റേഞ്ച് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയായിരുന്നു. അമ്മ നഷ്ടമായ കുട്ടിയുടെ മാനസികാവസ്ഥയിലുള്ള കുട്ടിയാനയ്ക്ക് കനത്ത ചൂടും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പാറയിടുക്കിൽ കഴിയുന്ന കുട്ടിയാനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുക്കാനിരിക്കുകയാണ് വനപാലകർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി വീട്ടിൽ പരേതയായ രാജഗോപാലിന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആടുകളാണ് ചത്ത നിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇവയെ ചത്ത നിലയിൽ കാണാനായത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം പതുത്തിപ്പള്ളി പരിസരത്ത് താമസിക്കുന്ന കൊല്ലംതൊടി വീട്ടിൽ പരേതനായ രാജഗോപാലിന്റെ ഭാര്യ 65-കാരിയായ ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥയിലുള്ള ആടുകളാണ് ചത്തനിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആടുകളെ ചത്തനിലയിൽ കാണാനായത്. രാവിലെ തീറ്റ നൽകാനായി എത്തിയപ്പോഴാണ് ലക്ഷ്മിക്കുട്ടി ഈ ദാരുണമായ കാഴ്ച കാണാനായത്. വർഷങ്ങളായി ആടുവളർത്തലിലൂടെ ഉപജീവനം നടത്തിയിരുന്ന ഈ കുടുംബത്തിന് വലിയ സാമ്പത്തിക ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ നീച്ചപ്പോഴാണ് കണ്ടത്. എന്താ ജീവി വന്ന് കടിച്ച് കൊന്നിറക്കാണ്. ഞങ്ങൾ കുറെ കാലമായി വളർത്തി. കൂട്ടിൽ വന്ന് കൊന്നിട്ടില്ല. ഇല്ല, ഇതാദ്യമായിട്ടാണ്. സൗണ്ട് കേട്ടില്ല. ഞാൻ ഈ ആടുവിനും പശുവിനും വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് വേറൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം മുട്ടി ഇപ്പോൾ. വിവരമറിഞ്ഞ ജനപ്രതിനിധികളായ PM അശോകൻ, മുസ്തഫ, സബിത എന്നിവരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി അറിയാൻ കഴിയൂ. ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ഉണ്ടായതിൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണിപ്പോൾ. ആടുകളെ കൊല്ലുക മാത്രമാണ് ഈ അജ്ഞാത ജീവി ചെയ്തിരിക്കുന്നത്. അതേസമയം മാംസം ഭക്ഷിച്ചിട്ടുമില്ല. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകളാണ് ചത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. എടവള്ളി സ്വദേശി 29-കാരൻ മൊയ്നുദ്ദീൻ ജീസ്തിയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും എടവള്ളിയിൽ നിന്ന് അഞ്ചാങ്കല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തിൽ എളവള്ളി സ്വദേശി മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകനായ 29 വയസ്സുള്ള മൊയ്നുദ്ദീൻ ജീസ്തിയാണ് മരിച്ചത്. അപകടത്തിൽ ടോറസിന് അടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനെ നാട്ടുകാരും കണ്ടശാങ്കടവ് ഡീക്കോട് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് എങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറിയ ലൈൻമാൻ വെയിലേറ്റ് തളർന്നു. പറളി കിഴക്കഞ്ചേരി കാവിലാണ് സംഭവം. സഹപ്രവർത്തകർ ലൈൻമാനെ താഴെ ഇറക്കിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു.
വൈദ്യുത പോസ്റ്റിന് മുകളിൽ കയറിയ ലൈൻമാൻ കൊടും വെയിലേറ്റ് തളർന്നു പോസ്റ്റിൽ ചേർത്ത് കെട്ടിയ കയറിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. സംഭവം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് നടന്നത്. ലൈനിലെ തകരാറ് പരിശോധിക്കാൻ കയറിയപ്പോഴാണ് കനത്ത വെയിലേറ്റ് ലൈൻമാൻ ലൈനിൽ തളർന്നു കിടന്നത്. പിന്നീട് സഹപ്രവർത്തകർ കയറി കയറഴിച്ച് താഴെ ഇറക്കിയ ശേഷം ലൈൻമാനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പറളി വൈദ്യുത സെക്ഷന് കീഴിലുള്ള സംസ്ഥാന പാതയിലെ കിഴക്കഞ്ചേരി കാവിലാണ് സംഭവം. ലൈൻമാനെ താഴെ ഇറക്കാൻ നാട്ടുകാരുടെ സഹായമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSSPA 34ാമത് വാർഷിക സമ്മേളനം ഏപ്രിൽ 20-21 തീയതികളിലായി കോങ്ങാട്ട് നടക്കും. പ്രകടനം, സാംസ്കാരിക സമ്മേളനം, അനുമോദനം, പ്രതിനിധി സമ്മേളനം എന്നിവ നടക്കും. പെൻഷൻകാരുടെ അവകാശ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ഏക സംഘടനയാണ് KSSPA എന്ന് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് പറഞ്ഞു. 1992 രൂപം കൊണ്ട KSSPA കക്ഷി രാഷ്ട്രീയത്തിനും വകുപ്പ് കാറ്റഗറി വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന പെൻഷൻകാരുടെ സംഘടനയാണ്. കേരളത്തിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവരുടെ സംഘടനയായ KSSPA മറ്റു സംഘടനകൾക്കും മാതൃകാപരമാണ്. കേരളത്തിലെ പെൻഷൻകാർ അനുഭവിക്കുന്ന പല നേട്ടങ്ങളും KSSPAയുടെ പോരാട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണെന്നും ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് പറഞ്ഞു. ഓക്കി, പ്രളയം, കോവിഡ് തുടങ്ങിയ ദുരന്തമുഖങ്ങളിൽ ആശ്വാസ പ്രവർത്തനം നടത്തിയ KSSPA കേരളത്തിന് പുറത്തുണ്ടായ ദുരന്തങ്ങളിലും ആശ്വാസം പകർന്നിട്ടുണ്ട്. ഭാഷാ സംവരണം, വയോജന സംരക്ഷണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനവും KSSPA നടത്തുന്നുണ്ടെന്നും മോഹൻദാസ് പറഞ്ഞു. അവകാശങ്ങൾക്ക് വേണ്ടി സജീവമായി സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ സർവീസ് പെൻഷൻകാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങുന്ന പെൻഷൻകാരായി മാറിയിട്ടുണ്ട്. ആ രീതിയിൽ പെൻഷൻകാരെ മാറ്റിയെടുക്കുന്നതിൽ ഈ സംഘടനയാണ് പ്രധാനമായും പങ്കുവഹിച്ചിട്ടുള്ളത്. ഈ സംഘടന പെൻഷൻകാരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ മാത്രം നേടിയെടുക്കുക എന്നുള്ളതല്ല. എവിടെയെല്ലാം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടോ ആ മേഖലയിലെല്ലാം ഈ സംഘടന ഓടിയെത്താറുണ്ട്. പ്രളയമായാലും, ഓക്കി ദുരന്തമായാലും, സുനാമി ദുരന്തമായാലും, അതുപോലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ ഭൂകമ്പങ്ങളുടെ സമയത്ത്, നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ, ചെന്നൈയിൽ പ്രളയം ഉണ്ടായപ്പോൾ, കേരളത്തിൽ 2018 പ്രളയം ഉണ്ടായപ്പോൾ, പിന്നീട് വലിയ ഉരുൾപൊട്ടലും അതുപോലെ കോവിഡ് മഹാമാരി വന്ന കാലത്ത്, അതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായ ഘട്ടങ്ങളിൽ, ഈ ഘട്ടങ്ങളിലെല്ലാം KSSPA എന്ന് പറയുന്ന സംഘടന കോടിക്കണക്കിന് ഉറുപ്പിക അംഗങ്ങളിൽ പിരിവിട്ട് ഗവൺമെന്റിനെ സഹായിക്കുകയുണ്ടായി. ഈ രീതിയിൽ ദുരിതങ്ങളുള്ളിടത്ത് ഓടിയെത്തുന്ന ഒരു സംഘടന കൂടിയാണ് KSSPA എന്ന് പറയുന്ന സംഘടന. ഒരു വശത്ത് പെൻഷൻകാരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി പോരാട്ടങ്ങളിൽ ഏർപ്പെടുക, മറുവശത്ത് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുക. നമ്മുടെ ഈ സംഘടന എല്ലാ കൊല്ലവും ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനാചരണം നടത്തുന്നു. പരിസ്ഥിതി ദിനാചരണം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു ആചരണം ഒരു ദിവസം നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോയിട്ട് അസോസിയേഷന്റെ 34ാമത് വാർഷിക സമ്മേളനം ഏപ്രിൽ 20-21 തീയതികളിൽ കോങ്ങാട്ടാണ് നടക്കുക. പ്രകടനം, സാംസ്കാരിക സമ്മേളനം, ആദരിക്കൽ, അനുമോദനം, പ്രതിനിധി സമ്മേളനം തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്നും മോഹൻദാസ് കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ മോഹൻദാസിന് പുറമെ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ, ജില്ലാ ട്രഷറർ KK സതീശൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NP കോമളം, RA ഉണ്ണിത്താൻ, M രാമകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് വീടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിദ്യാസാഗർ എന്നയാളാണ് മരിച്ചത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചാട്ടുകുളം മുത്തപ്പൻ ബസാറിന് സമീപത്ത് താമസിക്കുന്ന വിദ്യാസാഗറാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. മുറിയുടെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. സഹോദരനൊപ്പം താമസിച്ചിരുന്ന വിദ്യാസാഗർ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുറിയിൽ കയറി വാതിലടച്ച ശേഷം പിന്നീട് പുറത്തിറങ്ങിയിരുന്നില്ല. വാതിൽ തുറക്കാതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് വിദ്യാസാഗറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കവളപ്പാറ എറുപ്പേ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കൊടിയേറ്റം. ഈ മാസം 23-ന് ഉത്സവാഘോഷം സമാപിക്കും. കവളപ്പാറ എറുപ്പേ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷത്തിനാണ് തുടക്കമായത്. ബുധനാഴ്ച പതിറ്റടിയോടെ ഉത്സവപൂർവാംഗമായ ശുദ്ധിക്രിയകൾ തുടങ്ങിവെച്ചെങ്കിലും വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തോടുകൂടിയായിരുന്നു ഔപചാരികമായ ഉത്സവാഘോഷത്തിൻ്റെ ആരംഭം. നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റ് കർമ്മം നടന്നു. തുടർന്ന് കർണാടക സംഗീത കച്ചേരി, വായ്പാട്ട്, സങ്കീർത്തന തുടങ്ങിയവയുമുണ്ടായി. 23-ന് ആറാട്ടോടുകൂടി ഉത്സവാഘോഷം സമാപിക്കും. ഈ ദിവസങ്ങൾ വരെ ക്ഷേത്രകലകളും വാദ്യമേളങ്ങളും കൂടാതെ മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉത്സവാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
പത്തിരിപ്പാല ചന്ദനപ്പുറത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പാതയോരത്ത് ചാക്കുകളിലാക്കിയാണ് മാലിന്യം തള്ളുന്നത്. രാത്രികാലങ്ങളിൽ വഴിവിളക്കില്ലാത്ത പ്രദേശമായതിനാലാണ് മാലിന്യം തള്ളുന്നത്. മഴക്കാലമായാൽ ചീഞ്ഞു നാറുമെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സംസ്ഥാന പാതയിൽ ചന്ദനപ്പുറത്ത് റോഡിൻ്റെ ഇടതുവശത്തായിട്ട് ധാരാളം മാലിന്യങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്. പൊതുവേ ഇപ്പോൾ കുറേ കാലമായിട്ട് CCTVയും അതുപോലെയുള്ള സംവിധാനങ്ങളും കൊണ്ട് ആരും റോഡ് സൈഡ് ഇടാറില്ല. പക്ഷേ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം പറയാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റോ മറ്റ് ഇതൊന്നും ഈ ഭാഗങ്ങളിലില്ല. അതുകൊണ്ടായിരിക്കും ഒരു കാരണം. എന്ത് തന്നെയായാലും ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഇത് ആക്കി തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തമിഴ്നാട് സ്വദേശി മുരുകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം അടുത്ത ആഴ്ച തെളിവെടുപ്പ് നടത്തിയേക്കും. പ്രതിയായ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണൻ നിലവിൽ ഒറ്റപ്പാലം സബ് ജയിലിൽ റിമാൻഡിലാണ്. മാർച്ച് 21 ശനിയാഴ്ച രാത്രിയിലാണ് മുരുകൻ കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ മാർച്ച് 21 ശനിയാഴ്ച രാത്രിയിലാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ച് തമിഴ്നാട് സ്വദേശി മുരുകനെ കല്ലുകൊണ്ട് തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവമുണ്ടായത്. കൃത്യം നടന്ന് 5-ാം ദിവസം പ്രതിയായ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി 45-കാരൻ ഹരികൃഷ്ണനെ അന്വേഷണ സംഘം അങ്ങാടിപ്പുറത്തുനിന്നും പിടികൂടുകയായിരുന്നു. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഒറ്റപ്പാലം സബ് ജയിലിൽ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. അടുത്ത ആഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അന്വേഷണ സംഘം കുളപ്പുള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. കേസിൽ ഹരികൃഷ്ണൻ മാത്രമേ പ്രതിയുള്ളൂ. ഹരികൃഷ്ണനും മുരുകനും തമ്മിൽ ആദ്യം വാക്കുതർക്കം ഉണ്ടാവുകയും അതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നുമാണ് പ്രതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. കൊല നടത്തിയ പ്രതി ഹരികൃഷ്ണൻ ആദ്യം ബസ് മാർഗം പട്ടാമ്പിയിലേക്കും പിന്നീട് പെരിന്തൽമണ്ണയിലേക്കും പോകുകയായിരുന്നു. 100ഓളം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണ സംഘം ഒടുവിൽ പ്രതി ഹരികൃഷ്ണനെ അങ്ങാടിപ്പുറത്തുനിന്നും പൊക്കിയത്. ഷൊർണൂർ DYSP സജു K. എബ്രാഹിമിൻ്റെ നിർദ്ദേശപ്രകാരം CI വിഷ്ണു, SI അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും ഷൊർണൂർ ക്രൈം സ്ക്വാഡിൻ്റെയും പെരിന്തൽമണ്ണ പോലീസ് സംഘത്തിൻ്റെയും സംയുക്തമായ ഓപ്പറേഷനിലാണ് പ്രതിയെ വലയിലാക്കിയത്. തെളിവെടുപ്പിന് ശേഷം ഉടൻ കുറ്റപത്രവും തയ്യാറാക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആറാണി ഐക്കോൺസ് പാതയിലെ പുതുതായി നിർമ്മിക്കുന്ന തോട്ടുപാലത്തിന്റെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. മെയിൻ്റനൻസ് ഗ്രാൻഡിൽ നിന്നും തുക ചിലവഴിച്ചാണ് തോട്ടുപാലം നിർമ്മിക്കുന്നത്. കാലപ്പഴക്കം മൂലം ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്നാണ് പഴയ പാലം പൊളിച്ചു നീക്കിയത്. ആറാണി ഐക്കോൺസ് പാതയിലാണ് കാരക്കാട് തോടിനു കുറുകെ പുതിയ തോട്ടുപാലം നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. 7 മീറ്ററോളം നീളത്തിലും 4 മീറ്ററോളം വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് ഭിത്തി ഉൾപ്പെടെ കോൺക്രീറ്റിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പഴയ പാലം 2 വശത്തെ കരിങ്കൽ ഭിത്തിക്ക് മുകളിലായി കോൺക്രീറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങളുടെ പഴക്കം മൂലം ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് തോട്ടുപാലം മുഴുവനായും പൊളിച്ചു മാറ്റിയ ശേഷമാണ് ഇവിടെ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒരേ സമയം 2 വശങ്ങളിലേക്കും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമായിരുന്നു. ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. നഗരസഭയുടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. തോടിലേക്ക് വാഹനങ്ങളും മറ്റും വീഴാതിരിക്കാൻ പാലത്തിന്റെ 2 വശങ്ങളിലും കോൺക്രീറ്റ് വാളുകളും കോൺക്രീറ്റിൽ സൈഡ് വാൾവുകളും നിർമ്മിച്ചിട്ടുണ്ട്. തോട്ടുപാലം തുറന്നു കൊടുക്കുന്നതോടെ പാതയിലൂടെയുള്ള വാഹനയാത്ര സുഗമമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്ക് താങ്ങായി പാലക്കാട് അക്ഷര ഫൗണ്ടേഷൻ ഈ വർഷം 100 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. +2 കഴിഞ്ഞവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി ഏപ്രിൽ 20 മുതൽ 4 ആഴ്ച നീളുന്ന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. പരിശീലനം തീർത്തും സൗജന്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ, CSR, നീതി ആയോഗ് എന്നിവയിൽ രജിസ്റ്റർ ചെയ്താണ് അക്ഷര ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. 20 വർഷത്തിനകത്ത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി ജീവിതം ഉന്നതിയിലെത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് പുറമെ കൗൺസിലിംഗും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. +2 പാസ്സായി വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്താണ് സഹായം അനുവദിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ സഹായവും ലഭ്യമാക്കാറുണ്ട്. +2 കഴിഞ്ഞവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി ഏപ്രിൽ 20 മുതൽ 4 ആഴ്ച നീളുന്ന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. +2-ന് ഇംഗ്ലീഷ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ പഠിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പരിശീലനം തീർത്തും സൗജന്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാർ പറഞ്ഞു 2005-ലാണ് അക്ഷര ഫൗണ്ടേഷൻ തുടങ്ങിയതെന്ന്. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 12 ഇയർ രജിസ്ട്രേഷൻ ഉണ്ട്, 80G രജിസ്ട്രേഷൻ ഉണ്ട്.
അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ദർപ്പൺ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലെ CSR 1 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു 360 ഡിഗ്രി മോണിറ്ററിങ് അക്ഷര ഫൗണ്ടേഷൻ്റെ മേലെ ഉണ്ട്. അതിന് നമ്മൾ എല്ലാ തരത്തിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സ്ഥാപനമാണ്. ചെയർമാൻ അനിൽകുമാർ, മാനേജിംഗ് ട്രസ്റ്റി ലളിത അനിൽകുമാർ, ട്രസ്റ്റികളായ മോഹൻദാസ്, മുഹമ്മദ് ഇബ്രാഹിം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. +2 ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഉപരിപഠനവും കരിയറും മെച്ചപ്പെടുത്തുന്നതിനായി ബിയോഡ് എഡ്യു സമ്മിറ്റ് ഏപ്രിൽ 18 പാലക്കാട് പ്രസന്നലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ നടക്കും. വിദ്യാർത്ഥികളുടെ നൈപുണ്യം വികസിപ്പിക്കാനും കരിയർ തിരഞ്ഞെടുക്കാനും വഴികാട്ടുന്നതാണ് ബിയോഡ് എഡ്യു സമ്മിറ്റ്. ഇന്ത്യയിലെയും വിദേശത്തും ഉൾപ്പെടെ 60ഓളം കോളേജുകളും സർവകലാശാലകളും സമ്മിറ്റിൻ്റെ ഭാഗമാകും. നീറ്റ്, KM, CET, MAT, GCUT തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനും ആധുനിക സാങ്കേതികവിദ്യകൾ കരിയർ ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശം പ്രമുഖർ നൽകും. ലഹരി വിരുദ്ധ ബോധവൽക്കരണം, സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയ വിഷയങ്ങളിലും സമ്മിറ്റിൽ അവതരിപ്പിക്കും. വിനോദവും വിജ്ഞാനവും സമന്വയിപ്പിക്കുന്ന എഡ്യു സമ്മിറ്റിൽ വിവിധ മേഖലയിൽ വിദഗ്ധർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയറും എങ്ങനെയാണ്, ഏത് മാർക്ക് എടുത്താൽ എങ്ങനെ ചോയ്സ് ഫില്ല് ചെയ്താലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളും, പിന്നെ സതീഷ് മെന്റലിസ്റ്റ് ഇപ്പോൾ ടോപ്പിക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ഒരു promilo.com എന്ന് പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ആർട്ടിഫിഷ്യലിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് സുരേഷ് ബാബോട്ടനും സരിൻ ഡോക്ടറും സംസാരിക്കുന്നുണ്ട്. പിന്നെ സിനിമയും പാഷൻ വിടാതെ എഡ്യൂക്കേഷൻ തുടരുക എന്നുള്ളൊരു സെഷനിൽ ഈ പറഞ്ഞ 4 അനങ്ങനാടൻ, ശരണ്യ, രാതിര, ദർശന, പിൻസി ഇവരെല്ലാവരും ചേർന്ന് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രതീഷ് ഗോകുലം, ഷാഹിദം, ഫിറോസ് PA എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്മയാന ഉപേക്ഷിച്ചു പോയ കുട്ടിയാനയ്ക്ക് പരിചരണം ഒരുക്കി വനപാലകർ. സംഭവം നടന്നത് അട്ടപ്പാടി മേലെ അമ്പന്നൂർ പാറയിടുക്കിൽ. അട്ടപ്പാടി വനം റേഞ്ച് ഉദ്യോഗസ്ഥർ ഉടൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് കുട്ടിയാനയെ മാറ്റും. പാഞ്ഞാൾ തൊഴുപ്പാടത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. അജ്ഞാത ജീവിയുടെ സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ഭീതിയിൽ. തൃശൂർ വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് എടവള്ളി സ്വദേശി 29-കാരൻ മൊയ്നുദ്ദീൻ ജീസ്തി. കുന്നംകുളത്തെ വീടിനുള്ളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് കുന്നംകുളം ചാട്ടുകുളം സ്വദേശി വിദ്യാസാഗർ. ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്ക് താങ്ങായി പാലക്കാട് അക്ഷര ഫൗണ്ടേഷൻ. ഈ വർഷം 100 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് ഭാരവാഹികൾ. +2 കഴിഞ്ഞവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി ഏപ്രിൽ 20 മുതൽ 4 ആഴ്ച നീളുന്ന പരിശീലന ക്ലാസ്. പരിശീലനം തികച്ചും സൗജന്യം. വിദ്യാർത്ഥികളുടെ നൈപുണ്യം വികസിപ്പിക്കാനും കരിയർ തിരഞ്ഞെടുക്കാനും വഴികാട്ടുന്ന ബിയോഡ് എഡ്യു സമ്മിറ്റ് ഏപ്രിൽ 18 പാലക്കാട്. പത്തിരിപ്പാല ചന്ദനപ്പുറത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറവിൽ ചാക്കുകളിൽ ആക്കിയാണ് മാലിന്യം തള്ളുന്നത്. പ്രദേശത്ത് വഴിവിളക്കില്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് ആശ്വാസം. മഴക്കാലമായാൽ മാലിന്യം ചീഞ്ഞു നാറുമെന്നും കർശന നടപടി വേണമെന്നും പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.